നമസ്കാരം. പ്രധാന വാർത്തകൾ. കുടിവെള്ളമില്ലാതെ മണ്ണാർക്കാട് തെങ്കര ചേറുംകുളം കരിമൻകുന്ന ഉന്നതിയിലെ 40ഓളം ആദിവാസി കുടുംബങ്ങൾ. 2 പൊതുകിണറുകളും 3 കുഴൽക്കിണറുകളും ഉണ്ടായിട്ടും പ്രയോജനമില്ല. കുടിവെള്ളത്തിന് അയൽ വീടുകളിൽ യാചിക്കേണ്ട സ്ഥിതിയെന്ന കുടുംബങ്ങൾ. അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് ബജറ്റിൽ ഇത്തവണയും 3 കോടി വകയിരുത്തിയതോടെ പാലം വൈകാതെ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. സാങ്കേതികാനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചേക്കും. പ്രസിദ്ധമായ പട്ടാമ്പി 111ാമത് നേർച്ച പകിട്ടോടെ ആഘോഷിച്ചു. നഗരത്തെ നിറച്ചാർത്തണിയിച്ച് മതസൗഹാർദ്ദ സാംസ്കാരിക ഘോഷയാത്ര. ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു ബജറ്റാണ് LDF സർക്കാരിൻ്റേതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രഹസനമായി മാറുകയാണെന്നും VT ബൽറാം. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ ചേറുംകുളം കരിമൻകുന്ന ഉന്നതിയിൽ 40 കുടുംബങ്ങൾക്ക് ശുദ്ധജലമില്ല. കുടിവെള്ളത്തിനായി അയൽ വീടുകളിൽ യാചിക്കേണ്ട സ്ഥിതി. അധികൃതരോട് പലതവണ പരാതി പറഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ പറയുന്നു. 3 ഭാഗങ്ങളിലായി 40 കുടുംബങ്ങളാണ് ഉന്നതിയിലുള്ളത്. 2 പൊതുകിണറുകളും 3 കുഴൽ കിണറുകളും ഉണ്ടെങ്കിലും കുടിവെള്ളത്തിന് നാട്ടുകാരുടെ കിണറുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇവർ. വെള്ളം കോരണ്ടെന്നൊക്കെ പറയും. ഈ വീട്ടുകാരൊന്നും വെള്ളം തരില്ല, ഈ വീട്ടുകാരും തരില്ല വെള്ളം. ഈ 2 അടുത്ത വീട്ടുകാരൊന്നും തരില്ല. താഴെ പോണം വെള്ളത്തിന്. അവർ 2 കുട 3 കുട എടുക്കാൻ അയക്കുള്ളൂ, അതിൻ്റെ മേലെ എടുക്കാൻ അയക്കില്ല. ആരില്ല. ഇതല്ല ഞങ്ങൾക്ക് കുടിവെള്ളമല്ല. പിന്നെ എന്ത് കളറോ ഞങ്ങൾക്ക് ആരൻ്റെ കിണറ്റുന്ന വെള്ളം കോരി വരണം. കാക്കമാരുടെ കിണറ്റുന്ന എന്താ സാറേ ഇത്? ഈ വയ്യത്ത തള്ളമാരൊക്കെ അവിടുന്ന് എത്തി വരും വെള്ളം. 2 കുഴൽക്കിണറുകളിലെ മോട്ടോർ കേടായിട്ട് 2 വർഷത്തോളമായി. ഇത് നന്നാക്കിയാൽ ഇവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും. ടാങ്കും പൈപ്പ് കണക്ഷനുമെല്ലാം ഉണ്ട്. 2 പൊതുകിണറുകൾ വൃത്തിയാക്കി ആഴം കൂട്ടിയാലും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകും. വേനലിന്റെ തുടക്കത്തിലെ വെള്ളത്തിനായി ഇപ്പോൾ നാട് ചുറ്റേണ്ട സ്ഥിതിയിലാണ് ഇവർ. ഉന്നതിക്ക് പുറത്തുള്ള പല വീട്ടുകാരും വെള്ളമെടുക്കാൻ അനുവദിക്കുന്നില്ല. അവർക്ക് തന്നെ വെള്ളം തികയാത്ത സാഹചര്യവുമുണ്ട്. അനുവദിക്കുന്ന വീടുകളിൽ നിന്നു തന്നെ വൈകിട്ട് വെള്ളമെടുക്കാൻ സമ്മതിക്കാറില്ലെന്നും ഉന്നതി നിവാസികൾ പറഞ്ഞു. മലയിൽ മരുന്ന് പറിക്കാൻ പോയാൽ തിരിച്ചെത്തുമ്പോൾ വൈകുന്നേരമാകും. വീട്ടിലെത്തിയ ശേഷം വെള്ളം തേടി വീടുകൾ കയറിയിറങ്ങണം. എൻ്റെ വീട്ടിൽ നിന്നാണ് വെള്ളം കോരി വരുന്നത്. അല്ലാണ്ട് ഇവിടെ വെള്ളമില്ല. കിണറ്റിപ്പോൾ വെള്ളമില്ലാണ്ട് മണ്ണപ്പോൾ കോരി എടുക്കണത് വെള്ളം കൂട്ടിയിട്ട്. പിന്നെ പരാതിപ്പെട്ടോ അവിടെയൊക്കെ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞു. അവര് പറഞ്ഞു അവിടെ കോയല കിണർ കുത്തുന്നുണ്ട്, അവിടുത്തെ വെള്ളം ഇങ്ങോട്ട് എടുക്കാന്നു. അങ്ങനെ ഇന്നലെ പറഞ്ഞത്. 2 മോട്ടറുണ്ട്. ഇന്നലെ സാലിയോടും പറഞ്ഞു വെള്ളത്തിന്റെ കാര്യം. ഞങ്ങളുടെ വെള്ളം കിണറ്റത്തെ വെള്ളം വറ്റി. പിന്നെ കുടിവെള്ളം വണ്ടിയിലെ കൊടുന്നിരുന്നു. വണ്ടി വെള്ളമായിട്ട് കഴിഞ്ഞ കൊല്ലക്കം വണ്ടിയിലെ കൊടുന്നു. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ വെള്ളമില്ലാതെ ദുരിതം അനുഭവിക്കുകയാണ്. മോട്ടോർ ശരിയാക്കണമെന്ന് അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ ശരിയാക്കാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും നടന്നില്ല. വേനൽ ശക്തമാകുന്നതോടെ വെള്ളമില്ലാതെ തങ്ങൾ മരിക്കേണ്ട സ്ഥിതിയുണ്ടാകുമെന്നും ഉന്നതിയിലെ നിവാസികൾ പറഞ്ഞു. ഒന്നും സാരില്ല. ഈ ഭക്ഷണം വെച്ചുണ്ടാക്കുക കുറക്കുക. ഒരു തെങ്ങ് വെക്കാനോ വാഴ വെക്കാനോ ഒരു മട്ട പൂള വെക്കാനോ കപ്പ വെക്കാനോ ഒന്നും സാരില്ല. ഈ പൂറനോളൂ. ഇത് നേരാക്കി തന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കിണറ് ഒരു കിണറിൽ എപ്പെങ്ങനെ വരുള്ളതുള്ളേ അത് വിറ്റ് നമ്മൾ കോരി കുടിക്കണ്ടേ. സംസ്ഥാന ബജറ്റിൽ അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് ഇത്തവണയും തുക വകയിരുത്തിയതോടെ പാലം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. നേരത്തെ അനുവദിച്ച 10 കോടിക്ക് പുറമെ പാലം നിർമ്മാണത്തിന് അധികമായി വേണ്ടിവരുന്ന സംഖ്യയിലേക്കാണ് 3 കോടി രൂപ അനുവദിച്ചത്. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലായുള്ള 10 കോടി രൂപ അനുവദിച്ചതിന് പുറമെയാണ് അധികമായി വേണ്ടിവരുന്ന സംഖ്യയിലേക്ക് ഈ ബജറ്റിൽ 3 കോടി രൂപ അനുവദിച്ചത്. കഴിഞ്ഞ ഓരോ ബജറ്റുകളിലും പ്രതീക്ഷ അർപ്പിച്ചുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പുഴ കടക്കാൻ നിലവിൽ ചപ്പാത്താണ് ഉള്ളത്. മഴക്കാലമായാൽ മിക്ക ദിവസങ്ങളിലും ഇത് വെള്ളത്തിനടിയിലാകുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടാറുണ്ട്. എടത്തനാട്ടുകരയിൽ നിന്നും അലനല്ലൂരിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാരാണ് ഈ സമയങ്ങളിൽ ഏറെ പ്രയാസത്തിലാവാറ്.
ഇവർക്ക് ഉണ്ണിയാൽ വഴി കിലോമീറ്ററുകൾ താണ്ടി സഞ്ചരിക്കേണ്ടിയും വരും. പാലം വന്നാൽ ഈ ദുരിതം തീരും. അലനല്ലൂർ കണ്ണങ്കുണ്ട് റോഡ് റബ്ബറൈസ്ഡ് ചെയ്ത് നവീകരിച്ചതോടെ ഇതുവഴിയുള്ള വാഹനഗതാഗതം വർദ്ധിച്ചു. ഇതോടെ പാലം വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ആവശ്യമായ സ്ഥലം വിട്ടുകിട്ടാതെ വന്നതോടെ പദ്ധതി ആദ്യം മുടങ്ങി. പിന്നീട് സ്ഥലം ഏറ്റെടുപ്പ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 8 കോടി രൂപ അനുവദിച്ച് പാല നിർമ്മാണത്തിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചെങ്കിലും 10 കോടിയിൽ താഴെയുള്ള പ്രവൃത്തികൾക്ക് കിഫ്ബി ഫണ്ട് അനുവദിക്കാൻ കഴിയില്ലെന്ന കാരണത്താൽ പദ്ധതി വീണ്ടും നീളാൻ കാരണമായി. തുടർന്ന് വന്ന സാമ്പത്തിക വർഷങ്ങളിൽ കോവിഡ് പ്രതിസന്ധി നേരിട്ടതോടെ പാലം നിർമ്മാണം വീണ്ടും നീളുകയായിരുന്നു. തുടർന്ന് MLA നടത്തിയ നിരന്തര ഇടപെടലുകളാണ് ഫലം കണ്ടത്. പാലം നിർമ്മാണത്തിന് 10 കോടി രൂപയാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഭരണാനുമതി ലഭിച്ച സാഹചര്യത്തിൽ വൈകാതെ സാങ്കേതിക അനുമതിയും തുടർന്ന് ടെൻഡർ നടപടികളും കഴിഞ്ഞ് മാസങ്ങൾക്കകം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മണ്ണാർക്കാട് തത്തേങ്ങലം കല്ലംപൊട്ടിക്ക് കുറുകെ പാലം നിർമ്മാണം സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് തത്തേങ്ങലം കൈതച്ചറ നിവാസികൾ. നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആഗ്രഹമാണ് ഇവിടെ പാലം നിർമ്മിക്കണമെന്നത്. 2018 പ്രളയത്തിലാണ് തോടിന് കുറുകെയുണ്ടായിരുന്ന ഇരുമ്പ് പാലം ഒഴുകിപ്പോയത്. മഴക്കാലമായാൽ ഈ നടപ്പാലത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മറുകരയിൽ എത്താറുള്ളത്. ചേറുംകുളം വഴി തത്തേങ്ങലത്തേക്കുള്ള ബസ് സർവീസ് ഈ തോടിന് സമീപത്താണ് അവസാനിക്കുന്നത്. ബസ് യാത്രക്കാർക്ക് ഈ തോട് കടന്നു വേണം പോകാൻ. സ്കൂൾ വാഹനങ്ങളും മഴക്കാലത്ത് തോടിൻ്റെ സമീപത്ത് സർവീസ് അവസാനിപ്പിക്കാറാണ്. 2018 പ്രളയത്തിൽ ഇരുമ്പുപാലം ഒഴുകിപ്പോയതോടെ തത്തേങ്ങലം നിവാസികൾ ദുരിതത്തിലായി. തോട്ടിൽ വെള്ളം കയറിയാൽ മറുകര കടക്കാൻ കഴിയാത്ത സ്ഥിതിയായി. മലയിൽ മഴ പെയ്താൽ പലപ്പോഴും ഓർക്കാപ്പുറത്ത് തോട്ടിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടാകാറുണ്ട്. ഇത് വലിയ അപകട ഭീഷണിയാണ്. ഇതിനൊരു പരിഹാരമായി ഇവിടെ പാലം നിർമ്മിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതാണ്. ഈ ആവശ്യമാണ് സംസ്ഥാന ബജറ്റിൽ ഇടം പിടിച്ചത്. പാലം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പുകളും മുൻകൈ എടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡൽഹി തിരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒറ്റപ്പാലത്ത് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് ജനങ്ങൾ ഈ BJPയോടുള്ള വിശ്വാസം, നരേന്ദ്രമോദിയോടുള്ള വിശ്വാസം BJPയോടുള്ള വിശ്വാസമായി കഴിഞ്ഞു എന്നുള്ളതാണ്. നരേന്ദ്രമോദിയോടുള്ള വിശ്വാസം കൊണ്ടാണ് കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നത്. ആ നരേന്ദ്രമോദിയോടുള്ള വിശ്വാസം BJPയോടുള്ള വിശ്വാസമായി മാറിയപ്പോൾ ഡൽഹിയിലെ ഭരണവും BJPയുടെ കയ്യിലായി എന്നതാണ് വസ്തുത. എന്തായാലും വളരെ ആഹ്ലാദകരമായ ദിവസമാണ്. സുഹൃത്തുക്കളെ, നാളെയും മറ്റന്നാളുമായിട്ട് നമ്മളുടെ ജില്ലയിലെ, നമ്മുടെ സംസ്ഥാനത്ത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ ഭാഗത്തും വ്യാപകമായി ആഘോഷ പരിപാടികൾ നടക്കുക. BJP മധ്യമേഖല സെക്രട്ടറി T. ശങ്കരൻകുട്ടി, ജില്ലാ സെൽ കോർഡിനേറ്റർ MP. സതീഷ് കുമാർ, ജില്ലാ ട്രഷറർ M. സുരേഷ് ബാബു, SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K. പ്രമോദ് കുമാർ, EP. നന്ദകുമാർ, സിനി മനോജ്, P. സത്യഭാമ, C. സുമേഷ്, N. മണികണ്ഠൻ, A. സ്വരൂപ്, ജയൻ മലനാട്, P. ജയരാജ്, P. ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു ബജറ്റാണ് LDF സർക്കാരിൻ്റേതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. യഥാർത്ഥത്തിൽ ബജറ്റുകളുടെ പ്രസക്തി നഷ്ടപ്പെടുകയാണെന്നും VT ബൽറാം ഓങ്ങല്ലൂരിൽ പറഞ്ഞു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച VK ഇമ്പിച്ചി മുഹമ്മദ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VT ബൽറാം. ബജറ്റിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട തുക എത്ര ശതമാനമാണ് പഞ്ചായത്തുകൾക്ക് കിട്ടിയത് എന്ന് ചോദിച്ചാൽ ജനപ്രതിനിധികൾ അടക്കം ഈ വേദിയിലടക്കമുണ്ട്. ഒന്നാം ഗഡു കിട്ടി, രണ്ടാം ഗഡു സെപ്റ്റംബർ മാസത്തിലൊക്കെ നൽകേണ്ടത് ജനുവരി മാസത്തിലാണ് നൽകുന്നത്. ജനുവരി മാസത്തിൽ നൽകുന്നു എന്നുള്ള പ്രഖ്യാപനം ഗവൺമെന്റ് പുറപ്പെടുവിച്ചു. അതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു പ്രഖ്യാപനം കൂടി, 1 ലക്ഷത്തിൽ കൂടുതലുള്ള ചെക്കൊന്നും മാറാൻ പാടില്ല. അപ്പോ ആ പദ്ധതി പഞ്ചായത്തുകൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ബജറ്റുകൾക്ക് യഥാർത്ഥത്തിൽ അർത്ഥം നഷ്ടപ്പെടുകയാണ്, പ്രസക്തി നഷ്ടപ്പെടുകയാണ്. നാളത്തെ പത്രത്തിൽ അതത് പ്രദേശത്തെ MLA-മാർക്ക് ഇതാ ഞങ്ങളുടെ മണ്ഡലത്തിൽ 100 കോടിയുടെ വികസനം, 200 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭരണപക്ഷ MLA-മാർക്ക് മേലടിക്കാം എന്നതല്ലാതെ ഈ ബജറ്റുകളുടെ ഒക്കെ
അർത്ഥം തന്നെ നഷ്ടപ്പെടുകയാണ്. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഇ.പി. യൂസഫ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA CP മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KPCC അംഗം റിയാസ് മുക്കോളി, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, C സംഗീത, P രൂപേഷ്, രാമദാസ് മാസ്റ്റർ, EK മുഹമ്മദ് കുട്ടി ഹാജി, അസീസ് പട്ടാമ്പി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ പട്ടാമ്പി 111ാമത് നേർച്ച പകിട്ടോടെ ആഘോഷിച്ചു. രാവിലെ കൊടിയേറ്റവും വൈകുന്നേരം നഗരപ്രദക്ഷിണമായി മതസൗഹാർദ്ദ സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയിൽ ഗജവീരന്മാർ അണിനിരന്ന ഘോഷയാത്ര നഗരവീഥികളെ നിറച്ചാർത്തണിയിച്ചു. ആലൂർ വലിയപൂ കുഞ്ഞിക്കോയത്തങ്ങളുടെ സ്മരണ പുതുക്കിയാണ് പ്രസിദ്ധമായ പട്ടാമ്പി നേർച്ച ആഘോഷിച്ചത്. 111ാമത് നേർച്ചയാണ് ഇത്തവണ നടന്നത്. രാവിലെ ഉപാഘോഷ കമ്മിറ്റികളും കേന്ദ്ര നേർച്ച ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് പട്ടാമ്പി ടൗണിൽ നിന്നും പാരമ്പര്യാവകാശികളെ ആനയിച്ചു കൊണ്ടുവന്ന് ജാറത്തിന് സമീപം കൊടിയേറ്റം നടത്തി. വൈകുന്നേരം നഗരത്തെ നിറച്ചാർത്തണിയിച്ച് ഘോഷയാത്ര നടന്നു. കേന്ദ്ര ആഘോഷ കമ്മിറ്റിക്കൊപ്പം 50ലധികം ഉപാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും പരിപാടികളുണ്ടായി. ഗജവീരന്മാരുടെയും ബാൻഡ് വാദ്യത്തിന്റെയും നൃത്തച്ചുവടുകളുടെയും അകമ്പടിയിൽ ഉപാഘോഷ കമ്മിറ്റികൾ സാംസ്കാരിക ഘോഷയാത്രയിൽ അണിനിരന്നു. ബസ് സ്റ്റാൻഡിൽ ഗജസംഗമവും നടന്നു. ഇടവേള. വാർത്തകൾ തുടരുന്നു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വനിതാരവം എന്ന പേരിൽ വനിതാ സാംസ്കാരികോത്സവം നടത്തി. കെ പ്രേംകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളെ സമൂഹത്തിന്റെ ഇരുട്ടറകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക ഉത്സവം സംഘടിപ്പിച്ചത്. ലോകത്താദ്യമായി സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശം, ജനാധിപത്യത്തിൽ തുല്യമായ അവകാശം ലോകത്താദ്യമായി സ്ത്രീകൾക്ക് നൽകിയ ഒരു രാജ്യം ആർക്കെങ്കിലും ആ രാജ്യത്തിനില്ല. അന്നുണ്ടായിരുന്ന രാഷ്ട്രം സോവിയറ്റ് യൂണിയനാണ്. ഇന്നത്തെ റഷ്യ ഉൾപ്പെടെയുള്ള സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ സ്ത്രീകളെ പൗരന്മാരായി മനുഷ്യരായി കണക്കാക്കുന്ന കാലമായിട്ട് 100 കൊല്ലമായിട്ട് നമ്മൾ മനസ്സിലാക്കും. എന്നും രണ്ടാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കണക്കാക്കുന്നത്. വോട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ അവരെ പരിഗണിക്കുന്നതിൽ, അവർക്ക് സമൂഹത്തിൽ സാമൂഹ്യപരമായ സ്ഥാനം നൽകുന്നതിൽ, പദവി നൽകുന്നതിൽ, അതിൻ്റെ എല്ലാം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ 100 വർഷത്തിൽ താഴെയാണ് ലോകത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ അധ്യക്ഷത വഹിച്ചു. സിനിമ സീരിയൽ താരം ഗായത്രി വർഷ മുഖ്യാതിഥിയായി. കുഞ്ചൻ നമ്പ്യാർ സ്മാരക ചെയർമാൻ K ജയദേവൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിശങ്കർ മുന്നൂർക്കോട്, വാർഡ് മെമ്പർമാരായ അജിത് കുമാർ, NP ശശികല, രമണിക്കുട്ടി KT, PK ശിവദാസൻ, P മനോജ്, ശാന്തകുമാരി, CDS ചെയർപേഴ്സൺ രജിത, ICDS സൂപ്പർവൈസർ ജിത്തു K ജോസഫ് എന്നിവർ പങ്കെടുത്തു. തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പൂളമണ്ണ മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രം മഹാരഥഘോഷയാത്ര നടത്തി. 5 ദേശവേലകളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ നടന്ന രഥഘോഷയാത്ര മികച്ച കാഴ്ചാനുഭവം സമ്മാനിച്ചു. പൂളമണ്ണയെ ആവേശത്തിമിർപ്പിലാക്കി ഇത്തവണയും മഹാരഥഘോഷയാത്ര ഉജ്ജ്വലമായി. മഹാവിഷ്ണു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായാണ് മഹാരഥഘോഷയാത്ര നടത്തിയത്. പെരുമ്പുല്ല്, പുക്കൂത്ത്, വടക്ക്, കിഴക്ക്, ആൾത്തറക്കൂട്ടം എന്നീ ദേശവേലകളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയ്ക്ക് അലങ്കരിച്ച രഥം, താലമേന്തിയ അമ്മമാർ, മുത്തുക്കുടകൾ, പീലിക്കാവടി, പൂക്കാവടി, കുട്ടികളുടെ വിവിധ വേഷങ്ങൾ, പഞ്ചദേവ നൃത്തം, പൂതനും തിറയും, തെയ്യം, നിശ്ചല ദൃശ്യങ്ങൾ, തിരുവാതിരക്കളി, മേളം, നാദസ്വരം, ശിങ്കാരിമേളം, ബാൻഡ് മേളം, നാസിക് ഡോൾ എന്നിവ ചാരുത പകർന്നു. 10,000-ഓളം പേർ അണിനിരന്നു.
തുടർന്ന് ക്ഷേത്രത്തിന് സമീപം നടന്ന ആകാശവിസ്മയത്തോടെ ഘോഷയാത്ര സമാപിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ജയാനന്ദൻ, സെക്രട്ടറി ഷിബിൻദേവ് കുറ്റിക്കാട്ടിൽ, ജയപ്രകാശ്, ടി.വി. പ്രവീൺ, രാജേഷ് തണ്ണിപ്പാറിൽ, കെ. സുകുമാരൻ, സനൽ വാഴയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മണ്ണാർക്കാട് ജനമൈത്രി പോലീസും മണ്ണാർക്കാട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഫുട്ബോളാണ് ലഹരി എന്ന പേരിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്ന മുബാസ് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ആവേശകരമായി മത്സരത്തിൽ മണ്ണാർക്കാട് ജനമൈത്രി പോലീസ് എതിരില്ലാത്ത 3 ഗോളിന് മണ്ണാർക്കാട് എക്സൈസ് ടീമിനെ പരാജയപ്പെടുത്തി. മണ്ണാർക്കാട് ജനമൈത്രി പോലീസ് ടീമിനു വേണ്ടി സാജിദ് 2 ഗോൾ നേടി. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ CDSൽ ഹാപ്പി കേരളം പദ്ധതിയുടെ ഭാഗമായി ഗുൽമോഹർ എന്ന പേരിൽ ഇടം രൂപീകരിച്ചു. വാർഡ് 13 ചന്തപ്പുര ADSലെ 20 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് ഇടം രൂപീകരണം നടത്തിയത്. ഓരോ കുടുംബത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാക്കാനുള്ള വഴികൾ, വ്യക്തികളുടെ മാനസികാരോഗ്യ സംരക്ഷണം, കായിക സാംസ്കാരിക തൊഴിൽ മേഖലയിലുള്ള വികാസങ്ങളെല്ലാം ഈ പദ്ധതി വഴി ലക്ഷ്യമിടുന്നു. CDS ചെയർപേഴ്സൺ ടി സൗമ്യ അധ്യക്ഷത വഹിച്ചു. കെ പ്രേംകുമാർ MLA, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, ബ്ലോക്ക് മെമ്പർ രാധിക, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ്, വാർഡ് മെമ്പർമാരായ MK ദ്വാരകനാഥൻ, MK പ്രദീപ്, സെക്രട്ടറി സന്തോഷ്, ഹാപ്പി കേരളം RPമാരായ സൈക്കോളജിസ്റ്റ് ക്ഷേമ, ന്യൂട്രോളജിസ്റ്റ് ഷാസിയ, ശാന്തി, ദേവി രസിത, ചന്ദ്രിക, കമ്മ്യൂണിറ്റി കൗൺസിലർ തൃഷ്ണ, BCമാരായ സജിത, ജിതു, അക്കൗണ്ടന്റ് സുജിത, CDS വൈസ് ചെയർപേഴ്സൺ സുനില, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. ഓരോ കുടുംബത്തിനുമുള്ള CDSന്റെ സ്നേഹോപഹാരം MLA കുടുംബങ്ങൾക്ക് നൽകി. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി സ്ത്രീ ക്യാൻസർ രോഗനിർണയ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ഉദ്ഘാടനം ചെയ്തു. മതിയായ ചികിത്സ ആദ്യമേ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രോഗം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാനും ഇല്ലാതെയാക്കാനും അപകടത്തിലേക്ക് മരണത്തിലേക്ക് പോകുന്ന തടയാനും നമുക്ക് കഴിയും. അപ്പോൾ അതിന് നിങ്ങൾ കൃത്യമായതെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആരോഗ്യ പ്രവർത്തകരുമായി നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. പലരും ഇത് മറച്ചു വെക്കുക ചെയ്യാം. സ്വന്തം ഭർത്താവിനോട് പറയില്ല, മക്കളോട് പറയില്ല, കൂടപ്പുറപ്പോട് പറയില്ല. അത് കൊണ്ടു നടക്കും, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാർ. ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു കൊങ്ങത്ത് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം MC രമണി, ഹെൽത്ത് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PM സിമ്മി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ U ഹസീന, P പ്രിയൻ, LHI റുക്കിയ, കുടുംബശ്രീ ചെയർപേഴ്സൺ രജനിപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 4-ാം തീയതി മുതൽ മാർച്ച് മാസം 8-ാം തീയതി വരെ നടക്കുന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ക്യാൻസർ നിർണയ ബോധവൽക്കരണ ക്ലാസ് നടക്കും. ഒരിടവേള കൂടി. മറ്റു വാർത്തകൾ. പട്ടാമ്പിയിൽ ജില്ലാതല സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 200ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. പട്ടാമ്പി ചെസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ശങ്കരമംഗലത്ത് വെച്ച് ജില്ലാതല സീനിയർ ഓപ്പൺ ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി മത്സരം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭ ചെസ് ചാമ്പ്യൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അതിന്റെ കോർഡിനേറ്ററായി അദ്ദേഹത്തെയാണ് തീരുമാനിക്കാറുള്ളത്. അദ്ദേഹം വളരെ മനോഹരമായ രീതിയിൽ ഞങ്ങൾക്കൊക്കെ ആ പരിപാടി സംഘടിപ്പിച്ചു തരാം. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജനപങ്കാളികൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അർപ്പണബോധം കൊണ്ട് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചതാണ് ചെസ് അഥവാ ചതുരംഗം എന്നൊക്കെ പറയുന്നത്. പഴയ കാലത്ത് നാട്ടുരാജാക്കന്മാർ ആരംഭിച്ച
ഇന്ന് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു മത്സരമാണ് ചെസ് മത്സരം എന്ന് പറയുന്നത്. നഗരസഭാ കൗൺസിലർ KT ഹമീദ് അധ്യക്ഷനായി. വേണുഗോപാൽ, K മനോജ്, പ്രദീപ്, ഡോക്ടർ ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മത്സരം നടന്നു. മേഴത്തൂർ സ്വദേശി ദേവനാരായണൻ 1ാം സ്ഥാനവും പാലക്കാട് സ്വദേശി സന്ദീപ് സന്തോഷ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ NP വിനയകുമാർ നൽകി. ഭാരതീയ മനുഷ്യാവകാശ സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെർപ്പളശ്ശേരിയിൽ നീതിമേളയും തൊഴിൽ മേളയും സംഘടിപ്പിച്ചു. തൊഴിൽ ഇല്ലാത്തവർക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാവുന്ന ക്ലാസുകളും പരിശീലനവും നൽകി. സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് R രാധാകൃഷ്ണൻ നേതൃത്വം നൽകി. VP സോമരാജൻ അധ്യക്ഷനായി. ഹുസൈൻകുട്ടി കോഴിക്കോട് പരിശീലന ക്ലാസ് എടുത്തു. ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ്, ജോയിന്റ് സെക്രട്ടറി ദണ്ഡപാണി, എക്സിക്യൂട്ടീവ് മെമ്പർ P മുരളീധരൻ, സെക്രട്ടറി പ്രദീപ്, CDS വൈസ് ചെയർപേഴ്സൺ V ഉഷ എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അമലാംബിക റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ തിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ സുജി ജോൺ അടച്ചില്ലിൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ഫാദർ ഫിലിപ്പ് കരിവേലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും നടന്നു. ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാന മഞ്ഞുമൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ അനുപ്രതപിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് സ്നേഹവിരുന്ന്, പ്രദക്ഷിണം, മതബോധന, വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുക്കിയ കലാവിരുന്നും അരങ്ങേറി. ലെവിൻ പെരേര കൺവീനറായി. മാർട്ടിൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിലുള്ള ആഘോഷ കമ്മിറ്റിയാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കുടിവെള്ളമില്ലാതെ മണ്ണാർക്കാട് തെങ്കര, ചേറുംകുളം, കരിമൻകുന്ന ഉന്നതിയിലെ 40ഓളം ആദിവാസി കുടുംബങ്ങൾ. 2 പൊതുകിണറുകളും 3 കുഴൽക്കിണറുകളും ഉണ്ടായിട്ടും പ്രയോജനമില്ല. കുടിവെള്ളത്തിന് അയൽ വീടുകളിൽ യാചിക്കേണ്ട സ്ഥിതിയെന്ന കുടുംബങ്ങൾ. അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് ബജറ്റിൽ ഇത്തവണയും 3 കോടി വകയിരുത്തിയതോടെ പാലം വൈകാതെ യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിൽ നാട്ടുകാർ. സാങ്കേതികാനുമതി ലഭിക്കുന്നതോടെ ടെൻഡർ നടപടികൾ ആരംഭിച്ചേക്കും. പ്രസിദ്ധമായ പട്ടാമ്പി 111ാമത് നേർച്ച പകിട്ടോടെ ആഘോഷിച്ചു. നഗരത്തെ നിറച്ചാർത്തണിയിച്ച് മതസൗഹാർദ്ദ സാംസ്കാരിക ഘോഷയാത്ര. ജനങ്ങൾക്ക് പ്രതീക്ഷയില്ലാത്ത ഒരു ബജറ്റാണ് LDF സർക്കാരിൻ്റേതെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പ്രഹസനമായി മാറുകയാണെന്നും VT ബൽറാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇനി ഷോർട്ട് ന്യൂസ്.